എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2019 സ്കീം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഇപ്പം 9 വീഡിയോസ് ആയിട്ടുണ്ട്. എല്ലാ വീഡിയോസും കറക്റ്റ് ഓർഡറിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഡൈവേർജൻസ് ആൻഡ് കേൾ ആയിരുന്നു. അപ്പൊ ഡൈവേർജൻസ് ആൻഡ് കേളിൽ പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാക്കി തരാമെന്ന് വെച്ചു. പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള 2015 സ്കീമാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മുടെ സിലബസിന്റെ കൂടെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമല്ലോ. അപ്പൊ ആ മോഡൽ ക്വസ്റ്റ്യനകത്തും ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അവിടെയും ഇതുപോലെ പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതുപോലെ ഡൈവേർജൻസ് ആൻഡ് കേളിൽ നിന്നുള്ള പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇഫ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk ആൻഡ് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ആർ. ഇതേ സെയിം സെന്റൻസ് നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യനിലും ചെയ്തിട്ടുണ്ട്. ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ഒരു വീഡിയോയിൽ ഇതേ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ വേറൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് പ്രൂവ് ചെയ്യുന്നതല്ല. അത് അവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പ്രൂവ് ചെയ്തെടുക്കാനായിരുന്നു. ഇതും സിമ്പിൾ ഒക്കെ തന്നെയാണ്, പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സംശയമൊന്നും ഉണ്ടാവരുത്. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിന്റെ ലോജിക്ക്, അതിന്റെ പിന്നിലുള്ള തിയറി, അത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസ് വരെ നമുക്ക് വായിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk എന്ന് അവര് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. ദെൻ അവിടെ മോഡുലസ് ഓഫ് വെക്ടർ ആർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ശരിയല്ലേ? അപ്പൊ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ആർ. ഇതിന്റെ മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പൊ മോഡുലസ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഞാൻ എന്ത് കണ്ടുപിടിച്ചു വെച്ചു? മോഡുലസ് കണ്ടുപിടിച്ചു വെച്ചു. അതായത് ഈ ആദ്യത്തെ ആളെ അവസാനത്തെ ആളെ മാത്രം നിക്കേറ്റ് ചെയ്യണേ. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ശരിയാണല്ലോ? ഈ റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? സ്ക്വയർ. അതപ്പോ എനിക്ക് എന്ത് കിട്ടും? ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതിന്റെ ഉപയോഗം എനിക്ക് പിന്നീട് വരും. ആ ഉപയോഗം ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് വിടുന്നുണ്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരുവാണേ. ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് സൈഡ് ഞാൻ എഴുതാൻ പോവാണ്. ഡെൽ ഓഫ് ആർ റേസ് ടു എൻ. ഡെൽ ഓഫ് ആർ റേസ് ടു എൻ. ഡെൽ എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർജൻസ്. ഡൈവേർജൻസ് അല്ല, ഡൈവേർജൻസ് ആവാം, കേൾ ആവാം, ഗ്രേഡിയന്റ് ആവാം. അത് ആർ റേസ് ടു എൻ എന്താണോ അതുപോലെ ഇരിക്കും. ഹിയർ ആർ റേസ് ടു എൻ എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു സ്കെയിലാർ ആണ്. അത് ഒരു വെക്ടർ അല്ല, ശരിയല്ലേ? അതൊരു സ്കെയിലാർ ആണ്. അവിടെ ഐ ജെ കെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത് സിംപ്ലി ഗ്രേഡിയന്റ് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിനകത്ത് എന്ത് വരും? ഐ ജെ കെ ഒക്കെ വരും, ശരിയല്ലേ? സോ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡെൽ എന്താണെന്ന് എനിക്കറിയാം. ഡെൽ എന്താണെന്ന് എനിക്കറിയാം. എന്താണ്? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്. അതായത് ഡെല്ലിന്റെ പ്ലേസിൽ ഡെല്ലിന്റെ ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻറ്റു ആർ റൈസ് ടു എൻ. അടുത്ത സ്റ്റെപ്പിൽ ആർ റൈസ് ടു എൻ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇക്സഡ്. കറക്റ്റ് ആണല്ലോ? അപ്പൊ ഞാൻ ഡെൽ അതേപോലെ തന്നെ എഴുതി. ഡെൽ ഓപ്പറേറ്ററിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. ബാക്കി എന്തുണ്ട്? ആർ റൈസ് ടു എൻ ഉണ്ട്. ഇനി ആർ റൈസ് ടു എൻ ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണെ. ദാറ്റ് ഈസ് ഡെൽ ആർ പവർ എൻ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റൈസ് ടു എൻ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ആർ റൈസ് ടു എൻ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇക്സഡ് ഓഫ് ആർ റൈസ് ടു എൻ. ക്ലിയർ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതായത് പവറിൽ ഒരാളുണ്ട്, അകത്തൊരാളുണ്ട്. ഈ അകത്തെ ആൾ എന്താണെന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല, അല്ലെ? സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ കോമ്പോസിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുറത്തുള്ള ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ചെയിൻ റൂൾ തന്നെ. ഇൻറ്റു അതിന്റെ അകത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇൻറ്റു അതിന്റെ അകത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മറ്റേ പെട്ടി പുറത്തുനിന്ന് അകത്തോട്ട് തുറക്കുന്ന പരിപാടി
അത് ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. r റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്, അപ്പൊ റൈസ് ടു എന്നിന്റെ പരിപാടി ആദ്യം നമ്മൾ ചെയ്യണം. n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1, ശരിയല്ലേ? x റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1 ആണ്. അപ്പൊ r റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1. കഴിഞ്ഞില്ല എന്ന് പറയുന്നിടത്താണ് ഇമ്പോർട്ടൻസ്. കാരണം ഇവിടെ വരെ നിർത്തിയിട്ട് ബാക്കി എഴുതി പോകരുത്, ബാക്കി അടുത്ത ടേമിലോട്ട് പോകരുത്. ഇവിടെ എന്നിന്റെ ഡെറിവേറ്റീവ് ആണ്, അതായത് ആ റൈസ് ടു n പുറത്ത് കിടക്കുന്ന ആളുടെ പരിപാടിയാണ് കഴിഞ്ഞത്. അകത്തൊരാൾ കിടപ്പുണ്ട് ആറും എക്സിലും വൈയിലും ഇക്സഡിലും ഒക്കെ ഉള്ള ഫംഗ്ഷൻ അല്ലേ, ശരിയല്ലേ? ആ ആറിന്റെ ഡെറിവേറ്റീവും കൂടെ ഞാൻ എടുക്കണം. എന്താണ്? ഡോ ആർ ബൈ ഡോ എക്സ്. മനസ്സിലായോ? എനിക്ക് ഡോ ആർ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ടാണ് ഡോ ആർ ബൈ ഡോ എക്സ് എടുത്തത്. അതേപോലെ തന്നെ ബാക്കി എല്ലായിടത്തും പ്ലസ് ജെ ഇൻറ്റു എന്നിന്റെ ഡെറിവേറ്റീവ് എനിക്ക് എടുക്കാം. n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ആണ്. ആ റൈസ് ടു n കൺസെപ്റ്റ് വെച്ച് ഡെറിവേറ്റീവ് എടുത്തു. അകത്ത് കിടക്കുന്ന ആറിന്റെ ഡെറിവേറ്റീവ് ഡോ ആർ ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു റൈസ് ടു എന്നിന്റെ പരിപാടി എനിക്കറിയാം. n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ആണ്. അകത്ത് കിടക്കുന്ന ആള് ഡോ ആർ ബൈ ഡോ എക്സഡ്. ഡോ ആർ ബൈ എന്താണ്? ഡോ എക്സഡ്. ക്ലിയർ ആണല്ലോ? സോ ഈ മൂന്ന് ടേംസിൽ നിന്ന് എനിക്ക് എന്ത് പുറത്തെടുക്കാം? n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 പുറത്തെടുക്കാം. ബാക്കി i ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് j ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് k ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഓക്കെ, എനിക്ക് ഇവന്മാരെല്ലാം വേണം. ഡോ ആർ ബൈ ഡോ എക്സ് വേണം, ഡോ ആർ ബൈ ഡോ വൈ വേണം, ഡോ ആർ ബൈ ഡോ എക്സ് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എക്സ്. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? സ്ക്വയർ. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r. ആറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോ ആർ ബൈ ഡോ എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. കാരണം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സെയിം സാധനം നേരത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. സോ 2 കട്ട് ചെയ്ത് പോകും. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ബൈ ആർ എന്ന് കിട്ടും, ശരിയല്ലേ? ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ബൈ ആർ. നേരത്തെ ഒരു പ്രോബ്ലത്തെ നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടോ? ഇനി സിമിലർലി എന്ന് പറഞ്ഞങ്ങ് എഴുതത്തേ ഉള്ളൂ. സിമിലർലി ഡോ ആർ ബൈ ഡോ വൈ എഴുതും, ഡോ ആർ ബൈ ഡോ എക്സ് എഴുതും. കാരണം ഇതെല്ലാം സിമിലർ ടേംസ് ആണ്. ഒരു നോൺ സിമിലർ ടേം ഇതിനകത്തില്ല, എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ടേംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിമിലർലി എന്ന് പറഞ്ഞ് ബാക്കി എഴുതിയാൽ മതി. സിമിലർലി ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് വരും? ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ ആണെങ്കിൽ ഡോ ആർ ബൈ ഡോ വൈ എന്തായിരിക്കും? വൈ ബൈ ആർ ആയിരിക്കും. കാരണം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ സിമിലർ ടേംസ് ആണ്. ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസഡ് ബൈ ആർ ആയിരിക്കും. സെയിം സാധനം നമ്മൾ നേരത്തെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ പക്ക ഡയറക്റ്റ് അങ്ങ് എഴുതുന്നത്. ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ, ഡോ ആർ ബൈ ഡോ വൈ വൈ ബൈ ആർ, ഡോ ആർ ബൈ ഡോ ഇസഡ് എന്താണ്? ഇസഡ് ബൈ ആർ. ഓക്കെ, ഇനി അതെല്ലാം ഇവിടെ കൊടുക്കുക. അപ്പൊ എന്തുവരും? n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ഇൻറ്റു i ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈക്ക് പകരം ഞാൻ വൈ ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് കെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡിന് പകരം ഞാൻ ഇസഡ് ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, മൂന്ന് ടേംസിലും എന്ത് കിടപ്പുണ്ട്? ബൈ ആർ കിടപ്പുണ്ട്, ശരിയല്ലേ? മൂന്ന് ടേംസിലും 1 ബൈ ആർ കിടപ്പുണ്ട്. ആ 1 ബൈ ആറിനെ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ബൈ ആർ എന്ന് വരും, ശരിയല്ലേ? 1 ബൈ ആർ പുറത്ത് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ ആർ ആവും. ബാക്കി എന്തുണ്ട്? xi പ്ലസ് yj പ്ലസ് എന്താണ്? xk. ബാക്കി എന്തൊക്കെയുണ്ട്? xi പ്ലസ് yj പ്ലസ് xk. ഇതിപ്പോ ഏത് ഫോം ആണ്? a റൈസ് ടു m ബൈ a റൈസ് ടു n ഫോം ആണ്. a റൈസ് ടു m ബൈ a റൈസ് ടു n എന്താണ്? a റൈസ് ടു m മൈനസ് n പഠിച്ചിട്ടുള്ളതല്ലേ? a റൈസ് ടു m ബൈ a റൈസ് ടു n എന്താണ്? a റൈസ് ടു m മൈനസ് n. ഈ ഒരു ഫോം പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ r റൈസ് ടു 1 എന്ന് ഇടാം. എന്നിട്ട് എന്തെഴുതാം? n ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 മൈനസ് 1 എന്ന് ഇടാം. ഇത് a റൈസ് ടു m ബൈ a റൈസ് ടു n. a റൈസ് ടു m മൈനസ് n എന്ന് പറയുന്നത് എന്താണ്? 1. ഈ r ന്റെ പവറിലുള്ള 1. സോ ബാക്കി എന്താണ്? xi പ്ലസ് yj പ്ലസ് xk. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് xi പ്ലസ് yj പ്ലസ് xk എന്താണ്? വെക്ടർ r. വെക്ടർ r. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു r പവർ മൈനസ് 1 എന്താണ്? മൈനസ് 2. n മൈനസ് 2 ഇൻറ്റു വെക്ടർ r. ഇത് നിങ്ങൾ കാണാതെ ഓർത്ത് വെക്കുകയും വേണം, വേറെ പ്രോബ്ലംസിലൊക്കെ യൂസ് വരുന്നതാണ്. സോ ഡെൽ ആർ പവർ n എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു ആർ പവർ n മൈനസ് 2 ഇൻറ്റു വെക്ടർ r. പക്ക ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്.
ഇതിന്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് ഇക്വേഷനായിട്ട് തന്നെ ഓർത്തിരിക്കണം, കാരണം വേറെ പ്രോബ്ലംസിൽ നമുക്ക് യൂസ് വരുന്നതാണ്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഈ റിസൾട്ട് ഒക്കെ യൂസ് വരുന്നതാണ്. സോ ഡെൽ ഓഫ് ആർ പവർ എൻ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് തുടങ്ങി. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഡെൽ ഓഫ് ആർ പവർ എൻ. റൈറ്റ് സൈഡിലെത്തി n ഇൻറ്റു ആർ പവർ n മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. ഇവരൊക്കെ നമ്മൾ അതിനെ സഹായിച്ച ആൾക്കാരാണ്. ഓക്കെ ആണല്ലോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനും അല്ലെങ്കിൽ 5 മാർക്കിനോ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. പ്രൂവ് ദാറ്റ് ഡൈവർജൻസ് ഓഫ് വെക്ടർ ആർ ബൈ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 0 ഇഫ് വെക്ടർ ആർ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, xi പ്ലസ് yj പ്ലസ് xk ആണ്. ആൻഡ് സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ ആർ. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം എന്താ ചെയ്യുക? നമുക്ക് ഡൈവർജൻസ് ഓഫ് വെക്ടർ ആർ ബൈ ആർ ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ പഠിച്ച റിസൾട്ടുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പ്രോപ്പർട്ടി പഠിക്കണം. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ബോക്സിനകത്താക്കി ഇടണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം പ്രോബ്ലംസിലൊക്കെ നമുക്ക് യൂസ് വരുന്നതാണ്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനകത്ത് പറയുന്ന പ്രോബ്ലത്തിൽ നമുക്ക് യൂസ് വരുന്നതാണ്. സോ ഡൈവർജൻസ് ഓഫ് എ സ്കെയിലാർ ഇൻറ്റു എ വെക്ടർ. ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഡൈവർജൻസ് ഓഫ് ഫൈ എന്ന് പറയുന്നത് നമ്മളറിയാം, നമുക്കൊരു സ്കെയിലാറിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്, ഒരു സ്കെയിലാർ ഫീൽഡിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ഫൈ. എഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വെക്ടർ ഫീൽഡ് ആണ്. അപ്പം ഡൈവർജൻസ് ഓഫ് ഫൈ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. അതായത് ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എഫ് പ്ലസ് ഡെൽ ഫൈ ഇൻറ്റു വെക്ടർ എഫ്. ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എഫ്, അതായത് ഈ ഡെല്ല് വരുന്നിടത്ത് ബ്രാക്കറ്റ് ഇടുക. ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എഫ് പ്ലസ് ഡെൽ ഫൈ ഇൻറ്റു എന്താണ്? വെക്ടർ എഫ്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോക്സിനകത്താക്കി ഇടണം. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, കാരണം ചില പ്രോബ്ലത്തിനകത്തൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഡെൽ ഓഫ് ഫൈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫൈ എന്താണെന്ന് അറിയാം, സ്കെയിലാർ ഫീൽഡ് ആണ്. എഫ് എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡ് ആണ്. സോ ഡെൽ ഓപ്പറേറ്റർ ഓഫ് ഫൈ എഫ് എന്ന് പറയുന്നത് ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എഫ് പ്ലസ് ഡെൽ ഫൈ ഇൻറ്റു വെക്ടർ എഫ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിന്റെ ആവശ്യം നമുക്ക് വരും. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ള ആൾക്കാരെയാണ് പറയുന്നത്. ഇതിന്റെ ആവശ്യം നമുക്ക് വരും. പിന്നെ ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു പ്രൂവ് ദാറ്റ് ആയിരുന്നു. അത് 3 മാർക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ പ്രൂഫ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ ആ പ്രൂഫ് എന്തായിരുന്നു? ഡെൽ ഓഫ് ആർ പവർ എൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. ഇതിന്റെ ആവശ്യം നമുക്ക് വരും ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഇവന്മാർ രണ്ടുപേരുടെയും ആവശ്യം എനിക്കുണ്ട്. ഓക്കെ, ഇത് രണ്ടും കാണാതെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എനിക്ക് ഈ പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് പുതിയതായിട്ട് പഠിച്ചതാണ്, ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡൈവർജൻസ് ഓഫ് വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു, ഡൈവർജൻസ് എന്നൊക്കെ ഡെൽ എന്നിടാം. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ആണ്. ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഞാൻ സ്പ്ലിറ്റ് ആക്കി ഇടുവാണ്. 1 ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ആർ എന്നിടാം. ശരിയല്ലേ? വെക്ടർ ആർ ബൈ ആർ ക്യൂബിനെ എനിക്ക് 1 ബൈ ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ആർ എന്നിടാം. സംശയമൊന്നുമില്ലല്ലോ. സോ ദാറ്റ് ഈസ് ഡെൽ ഓഫ് 1 ബൈ ആർ ക്യൂബിനെ എനിക്ക് ആർ റൈസ് ടു മൈനസ് 3 എന്നിടാം ഇൻറ്റു വെക്ടർ ആർ. ഇത്രയും സ്റ്റെപ്സ് സംശയമുണ്ടോ? ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ. ക്ലിയർ ആണല്ലോ. ഡെൽ ഡോട്ട് ആണ് കേട്ടോ. 1 ബൈ ആർ ക്യൂബ് 1 ബൈ എക്സ് റൈസ് ടു എൻ എന്താണ്? 1 ബൈ എക്സ് റൈസ് ടു എൻ എന്താണ്? എക്സ് റൈസ് ടു മൈനസ് എൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് 1 ബൈ ആർ ക്യൂബ് എന്താണ്? ആർ റൈസ് ടു മൈനസ് 3 ഇൻറ്റു എന്താണ്? 6. ഇത്രയും സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ. ദെൻ ഇതിപ്പോ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ആർ റൈസ് ടു മൈനസ് 3 എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആണ്. വെക്ടർ ആർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ശരിയല്ലേ? അതായത് ഡെൽ ഓഫ് എ സ്കെയിലർ ഇൻറ്റു വെക്ടർ. ശരിയാണല്ലോ. സെയിം ഫോമിലല്ലേ? ഇതേ ഫോം തന്നെയല്ലേ? ഇതേ ഫോം. ഡെൽ ഓഫ് സ്കെയിലർ ഇൻറ്റു വെക്ടർ. ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 3 ഇസ് എ സ്കെയിലർ. ഇവിടെ വെക്ടർ സിമ്പിൾ ഉണ്ട്. സോ വെക്ടർ ആർ ഇസ് എ വെക്ടർ. അപ്പൊ ഡെൽ ഓഫ് സ്കെയിലർ ഇൻറ്റു വെക്ടർ ഫോം ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫൈയെ പിടിച്ച് പുറത്തിടണം. ഫൈയുടെ പ്ലേസിൽ ആർ റൈസ് ടു മൈനസ് 3. ആർ റൈസ് ടു മൈനസ് 3നെ പുറത്തിട്ടു. ബാക്കി എന്താണ്?
ഡെൽ ഓഫ് ആർ. ക്ലിയർ? പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെല്ല് ആദ്യത്തെ ആൾക്ക് കൊടുക്കണം, ശരിയല്ലേ? ഡെല്ല് ഫൈക്ക് കൊടുക്കണം. ഡെൽ ഓഫ് ആർ റേസ് ടു -3 ഇൻറ്റു എന്താണ്? ഈ വെക്ടർ ആർ പുറത്തിട്ടാൽ മതി. വെക്ടർ ആർ ഇവിടെ വെക്ടർ എഫ് പുറത്തിട്ട പോലെ ഇവിടെ വെക്ടർ ആറിനെ പുറത്തിടണം. ഓക്കെ, ഇനി ഈ ഒരു പ്ലേസ് കണ്ടോ? ഡെൽ ഓഫ് ആർ റേസ് ടു -3, അവിടെ ഞാൻ ഡെൽ ഓഫ് ആർ റേസ് ടു n അപ്ലൈ ചെയ്യണം. അതായത് എന്നിന്റെ പ്ലേസിൽ -3 വന്നെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കണം, ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ. വെക്ടർ ആർ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്? xi പ്ലസ് yj പ്ലസ് zk തന്നിട്ടുണ്ട്. അതിന്റെ ഡൈവേർജൻസ് ഞാൻ സൈഡിലോട്ട് പോയി കണ്ടുപിടിക്കണേ. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk തന്നിട്ടുണ്ട്. ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ആർ ആണ്. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റ് എക്സ്. ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ അറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തതാണ്. ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കോഎഫിഷ്യന്റ് വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സഡ് ഓഫ് കെയുടെ കോഎഫിഷ്യന്റ് ഇക്സഡ്. ശരിയാണല്ലോ? എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 1, ഇക്സഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ് 1, 1 പ്ലസ് 1 പ്ലസ് 1 എന്താണ്? 3. ഓക്കെ, ഇപ്പൊ ഡൈവർജൻസ് ഓഫ് വെക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ്? 3. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk യുടെ ഡൈവേർജൻസും കേളും കണ്ടുപിടിക്കാൻ. ഡൈവേർജൻസിന്റെ ഉത്തരം 3 കിട്ടും, കേള് നിങ്ങൾ ചെയ്ത് നോക്കുക, 0 കിട്ടും ഉത്തരം. കേളിന്റെ ഉത്തരം 0 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു r റേസ് ടു -3 ഇൻറ്റു ഡെൽ ഡോട്ട് ആറിന് ഉത്തരം എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഡൈവേർജൻസ് ഓഫ് വെക്ടർ ആർ. വെക്ടർ ആർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിന്റെ ഉത്തരം എനിക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? പ്ലസ് ഇവിടെ ഇപ്പൊ ഏത് ഫോം ആണ്? ഇതിപ്പോ ഏത് ഫോമാ? സെയിം ഫോം അല്ലേ? സോ ഇതേ സെയിം ഫോം അല്ലേ? ഡെൽ ഓഫ് ആർ റൈസ് ടു n ഇൻറ്റു ആർ റൈസ് ടു n-2. എന്നിന്റെ പ്ലേസിൽ -3. സോ -3 ഇൻറ്റു ആർ റൈസ് ടു -3 സംശയമൊന്നും ഇല്ലല്ലോ. ഡെൽ ഓഫ് ആർ റൈസ് ടു n ഇൻറ്റു ആർ റൈസ് ടു n-2 ആണ്. സെയിം ഫോം. ഡെൽ ഓഫ് ആർ റൈസ് ടു -3 എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു ആർ റൈസ് ടു -3 ഇൻറ്റു എന്ത് കിടപ്പുണ്ട്? ഇവനെ വിട്ട് കളയരുത്. ഇൻറ്റു എന്ത് കിടപ്പുണ്ട്? വെക്ടർ ആർ കിടപ്പുണ്ട്. ഇപ്പോഴാണ് ഈ ബ്രാക്കറ്റിന്റെ പരിപാടി കഴിഞ്ഞത്. ഓൾറെഡി പുറത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു വെക്ടർ ആർ കിടപ്പുണ്ട്. ഓക്കെ, അത് നല്ലോണം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഈ ബ്രാക്കറ്റിന്റെ ഓപ്പണിംഗ് ആണ് ഇത്രയും. ആ ഉത്തരത്തിൽ തന്നെ ഒരു വെക്ടർ ആർ വരുന്നുണ്ട്. n ഇൻറ്റു ആർ പവർ n-2 ഇൻറ്റു ഒരു വെക്ടർ ആർ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം കഴിഞ്ഞു. ഓൾറെഡി പുറത്തൊരു വെക്ടർ ആർ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ എന്താണ്? വെക്ടർ ആർ ഡോട്ട് വെക്ടർ ആർ എന്ന് പറയുന്ന വെക്ടർ ആറിന്റെ സ്ക്വയർ. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. ഒരു +2 പഠിച്ചതാണ്. ഒരു വെക്ടറിന്റെ സ്ക്വയറും ആ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. അതായത് വെക്ടർ ആർ ഡോട്ട് വെക്ടർ ആർ എന്ന് പറയുന്നത് വെക്ടർ ആറിന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? ഒരു വെക്ടറിന്റെ സ്ക്വയറും ആ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയറും ഈക്വൽ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ വെക്ടർ എയുടെ സ്ക്വയർ എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് വെക്ടർ എയുടെ സ്ക്വയർ എന്ന് പറയുന്നതും സെയിം ആണ്. ഒരു വെക്ടറിന്റെ സ്ക്വയറും ആ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയറും എന്താണ്? ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്ടറിന്റെ സ്ക്വയറും ആ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയറും എന്താണ്? ഈക്വൽ. അപ്പൊ അതനുസരിച്ച് വെക്ടർ ആറിന്റെ സ്ക്വയറും മോഡുലസ് ഓഫ് വെക്ടർ ആറിന്റെ സ്ക്വയറും സെയിം ആയിരിക്കും. മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്താണെന്നുണ്ട് നമ്മുടെ കയ്യിൽ. മോഡുലസ് ഓഫ് വെക്ടർ ആർ എന്താണെന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ആർ ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണെന്ന്. അപ്പൊ മോഡുലസ് ഓഫ് വെക്ടർ ആറിന് പകരം എനിക്ക് 6 കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ആർ സ്ക്വയർ. എന്ത് കിട്ടും? ആർ സ്ക്വയർ. സോ വെക്ടർ ആർ ഡോട്ട് വെക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ. എങ്ങനെയാണ് വന്നതെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. ഒരു വെക്ടറിന്റെ സ്ക്വയറും ആ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയറും സെയിം ആയിരിക്കും. ശരിയല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സ്ക്വയർ ഒക്കെ കയറി ഇടാൻ പറ്റുന്നത് കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഈസി ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റിന്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ആർ ഡോട്ട് ആർ ആർ സ്ക്വയർ ആണ്. ഒരു വെക്ടറിന്റെ സ്ക്വയറും അതിന്റെ മോഡുലസിന്റെ സ്ക്വയറും സെയിം ആയിരിക്കും. സോ മോഡുലസ് ഓഫ് ആർ സ്ക്വയർ. മോഡുലസ് ഓഫ് ആർ സ്മോൾ ആർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സ്മോൾ ആർ സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഇതൊന്നും ഓർത്തില്ലെങ്കിലും സിംപ്ലി ആർ ഡോട്ട് ആർ ആർ സ്ക്വയർ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആർ ഡോട്ട് ആർ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആറിന്റെ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഞാൻ ആദ്യം എഴുതി. ആർ റേസ് ടു -3 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 ഇൻറ്റു ആർ റേസ് ടു -3 -2 എന്താണ്? -5 ഇൻറ്റു ആർ ഡോട്ട് ആർ എന്താണെന്ന് ഞാൻ പറഞ്ഞു? ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ആർ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആർ റേസ് ടു -3 ഇൻറ്റു ഇതിപ്പോ ഏത് ഫോമാ? എ റേസ് ടു എം റേസ് ടു എൻ. a raised to m into a raised to n form. a raised to m plus n.
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ, അതായത് പവേഴ്സ് തമ്മിൽ കൂട്ടണം. ആർ റൈസ് ടു -5 + 2. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 3 ഇൻറ്റു ആർ റൈസ് ടു -3 -3 ഇൻറ്റു ആർ റൈസ് ടു -5 + 2 എന്താണ്? -3. സെയിം ടേം അല്ലേ? 3r റൈസ് ടു -3 3r റൈസ് ടു -3 ക്യാൻസൽ ചെയ്ത് കളയാം. ആൻസർ എന്ത് കിട്ടും? 0. ക്ലിയർ? സോ പ്രൂവ് ചെയ്തല്ലോ. ഞാൻ അവർ പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി റൈറ്റ് സൈഡ് എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. സോ ഇപ്പൊ ഞാൻ എന്ത് എഴുതും? ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത പ്രൂഫിലേക്ക് കയറാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കണം. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഈ ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഷോ ദാറ്റ് ഡൈവർജൻസ് ഓഫ് വെക്ടർ f is equal to c by x square plus y square plus z square raised to 3/2 into xi plus yj plus zk is 0 where vector r is equal to xi plus yj plus zk and small r is equal to modulus of vector r. Okay, so ഇപ്പൊ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ നമുക്ക് ആവശ്യം വരും. സോ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് എന്താണ്? zk നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു, മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ അതായത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഈ റൂട്ട് ഇപ്പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആവും. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ പ്ലേസിൽ എനിക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ പ്ലേസിൽ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെയുടെ പ്ലേസിൽ വെക്ടർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ പ്ലേസിൽ എനിക്ക് ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെയുടെ പ്ലേസിൽ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വെക്ടർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പൊ എന്ത് കിട്ടും? വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന് പകരം ഞാൻ ആർ സ്ക്വയർ കൊടുക്കും. ഓൾറെഡി അവിടെ റേസ് ടു എന്ത് കിടപ്പുണ്ട്? 3/2 കിടപ്പുണ്ട്. എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെക്ക് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വെക്ടർ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പൊ ഏത് ഫോം ആണ്? എ റൈസ് ടു എം റൈസ് ടു എൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു എം റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം എൻ അല്ലെ? അപ്പൊ അതനുസരിച്ച് ആർ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ ആർ റൈസ് ടു 2 ഇൻറ്റു 3/2 എന്ന് വരും. ശരിയല്ലേ? 2 കട്ട് ചെയ്താൽ ആർ റൈസ് ടു 3. സോ ആൻസർ എന്ത് വരും? ആർ സ്ക്വയർ റൈസ് ടു 3/2ന്റെ ഉത്തരം എന്താണ്? ആർ ക്യൂബ്. അപ്പൊ അടുത്ത പ്ലേസിൽ ഞാൻ അവിടെ ആർ ക്യൂബ് കൊടുക്കും. സോ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും? ആർ ക്യൂബ് ഇൻറ്റു എന്താണ്? വെക്ടർ ആർ. അതായത് സി ഇൻറ്റു ആർ ക്യൂബിന് എനിക്ക് ഇങ്ങനെ മുകളിൽ പോയാൽ എന്താവും? ആർ റൈസ് ടു -3 ഇൻറ്റു വെക്ടർ ആർ. സോ വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ റൈസ് ടു -3 ഇൻറ്റു വെക്ടർ ആർ. അപ്പൊ ഞാൻ അവർ തന്നിട്ടുള്ള വെക്ടർ എഫിനെ ഒന്ന് സോൾവ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചു. ഇനി ഞാൻ എന്ത് കണ്ടുപിടിക്കാം? ഡൈവേർജൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഡൈവേർജൻസ് ഓഫ് എഫ് ആണ് നമുക്ക് വേണ്ടത്. ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫിന്റെ പ്ലേസിൽ സി ആർ പവർ -3 ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ സി കോൺസ്റ്റന്റ് ആണ്. സിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തെടുക്കാൻ പറ്റും. കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ പുറത്തിടാം. ബാക്കി എന്തുണ്ട്? ഡെൽ ഡോട്ട് ആർ പവർ -3 വെക്ടർ ആർ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഓൾറെഡി ചെയ്തതാണ്. ഡെൽ ഡോട്ട് ആർ പവർ -3 വെക്ടർ ആർ. ഡെൽ ഡോട്ട് ആർ ബൈ ആർ ക്യൂബ് അല്ലായിരുന്നോ? ഡൈവർജൻസ് ഓഫ് ആർ ബൈ ആർ ക്യൂബ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്താ. ആർ റൈസ് ടു -3 ഇൻറ്റു വെക്ടർ ആർ എന്ന് എഴുതി നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എന്തായിരുന്നു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഡെൽ ഓഫ് ഫൈ എഫ് ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ ചെയ്തു തരാം. ഡെൽ ഓഫ് ഫൈ എഫ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമേ ഫൈ പുറത്താക്കണം. ഡെൽ എഫ് പ്ലസ് ഡെൽ ഫൈ ഇൻറ്റു എന്താണ്? വെക്ടർ എഫ്. ഇതായിരുന്നു നമ്മുടെ പ്രോപ്പർട്ടി.
ഇതിവിടെ അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. നേരത്തെ ചെയ്തത് തന്നെയാണ് എങ്കിലും ഒന്നുകൂടെ ചെയ്യാം. ആർ പവർ മൈനസ് 3 ആദ്യം പുറത്തെഴുതണം. ഡെൽ ആർ പ്ലസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെൽ ആർ പവർ മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ പുറത്തെഴുതണം. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽ ആർ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 3 ആയിരുന്നു നമുക്ക് കിട്ടിയ ഉത്തരം. ആർ റൈസ് ടു മൈനസ് 3 പ്ലസ് അത് ഓർത്ത് വെക്കേട്ടോ, ഡെൽ ആർ 3 ആണെന്നും ഡെൽ ക്രോസ് ആർ അതായത് ആർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇക്സെഡ് കെ ആണെങ്കിൽ ഡെൽ ആർ 3 ആണെന്ന് ഓർത്ത് വെക്കണം. ഡെൽ ക്രോസ് ആർ 0 ആണെന്ന് ഓർത്ത് വെക്കണം. സോ ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ. ഈ ഡെൽ ഓഫ് ആർ റൈസ് ടു മൈനസ് 3 ഡെൽ ആർ റൈസ് ടു എൻ ഫോർമുല. ഡെൽ ആർ റൈസ് ടു എൻ എന്താണ്? എൻ ആർ റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണം. സോ മൈനസ് 3 ആർ റൈസ് ടു മൈനസ് 3 മൈനസ് 2 മൈനസ് 5 ഇൻറ്റു വെക്ടർ ആർ. ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു വെക്ടർ ആർ കിടപ്പുണ്ട്. സോ ദാറ്റ് ഈസ് സി ഇൻറ്റു 3 ആർ റൈസ് ടു മൈനസ് 3 മൈനസ് 3 ആർ റൈസ് ടു മൈനസ് 5 ഇൻറ്റു വെക്ടർ ആർ ഇൻറ്റു വെക്ടർ ആർ. വെക്ടർ ആറിന്റെ സ്ക്വയർ വെക്ടറിന്റെ സ്ക്വയർ മോഡുലസിന്റെ സ്ക്വയറും ഈക്വൽ ആണ്. സോ അപ്പൊ എന്ത് വരും? ആർ സ്ക്വയർ. മോഡുലസ് ആർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് സി ഇൻറ്റു 3 ആർ റൈസ് ടു മൈനസ് 3 മൈനസ് ഇവിടെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ എന്ത് വരും? ആർ റൈസ് ടു മൈനസ് 5 പ്ലസ് 2 മൈനസ് 3 3 ആർ റൈസ് ടു മൈനസ് 3 3 ആർ റൈസ് ടു മൈനസ് 3 ക്യാൻസൽ. ആൻസർ എന്ത് കിട്ടും? സി ഇൻറ്റു 0 എന്താണ്? 0. ഓക്കെ, ഇതാണ് അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഇത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. കാരണം നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഷോ ദാറ്റ് ഡൈവർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് 1/r is equal to 0. ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണ്. മോഡുലസ് ഒരു സ്കെയിലർ ആണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ നേരത്തെ തന്നിട്ടുള്ള പോലെ ആർ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇക്സെഡ് കെ. ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് വെക്ടർ ആർ ആണ്. സോ ഡൈവർജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഡോട്ട് ആണ്. ഗ്രേഡിയന്റും ഡെൽ ഡോട്ട് ആണ്, ശരിയല്ലേ? കേള് മാത്രമേ ഡെൽ ക്രോസ് ആവത്തുള്ളൂ. 1/r is equal to ചെയ്ത് 0 കാണിക്കണം. സോ ഡെൽ ഡോട്ട് 1/r എനിക്ക് എങ്ങനെ എഴുതാം? ആർ റൈസ് ടു മൈനസ് 1 എന്ന് എഴുതാം, ശരിയല്ലേ? 1/x റൈസ് ടു n എന്താണ്? x റൈസ് ടു മൈനസ് n. അപ്പൊ അതനുസരിച്ച് 1/r റൈസ് ടു 1 എന്താണ്? r റൈസ് ടു മൈനസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ആർ പവർ n. പഠിച്ചതാണ്, എന്താണ്? തൊട്ടുമുമ്പ് ചെയ്തല്ലേ? ഡെൽ ഡോട്ട് ആർ പവർ n എന്താണ്? nr റൈസ് ടു n മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ആർ റൈസ് ടു മൈനസ് 1 മൈനസ് 2 ഇൻറ്റു വെക്ടർ ആർ. സോ ഡെൽ ഓഫ് മൈനസ് ആർ റൈസ് ടു മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ. മൈനസ് കോൺസ്റ്റന്റ് ആണ്, മൈനസ് പുറത്തിട്ടാൽ ബാക്കി ഡെൽ ഓഫ് ആർ പവർ മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ. ഓക്കെ, ഇത് 0 ആണെന്ന് നമ്മൾ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്ന് തറവാകാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആദ്യം എന്ത് ചെയ്യണം? ആർ പവർ മൈനസ് 3 പുറത്തിടണം. ഡെൽ ഡോട്ട് ആർ പ്ലസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഡെൽ ഓഫ് ആർ പവർ മൈനസ് 3 ഇൻറ്റു വെക്ടർ ആർ പുറത്തിടണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ആർ പവർ മൈനസ് 3 ഇൻറ്റു ഡെൽ ഡോട്ട് ആർ 3 ആണെന്ന് ഞാൻ നേരത്തെ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആർ റൈസ് ടു n എന്താണ്? മൈനസ് 3 ഇൻറ്റു ആർ റൈസ് ടു മൈനസ് 5 ഇൻറ്റു വെക്ടർ ആർ ഇൻറ്റു എന്ത് വരും? വെക്ടർ ആർ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 3 ആർ പവർ മൈനസ് 3 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 3 ആർ റൈസ് ടു മൈനസ് 5 ഇൻറ്റു ആർ ഡോട്ട് ആർ എന്ത് വരും? ആർ സ്ക്വയർ. So that is minus of 3r raised to minus 3 minus 3 into r raised to a raised to m into a raised to n a raised to m plus n minus 5 plus 2 minus 3. So 3r raised to minus 3 cancel, answer എന്ത് കിട്ടും? 0. സോ അപ്പോൾ നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു? 0 ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇതെല്ലാം തന്നെ 3 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇക്സെഡ് കെ ആൻഡ് ആർ ഇസ് ഈക്വൽ ടു മോഡ് ആർ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും സെയിം സാധനം തന്നെയാണ്. ദെൻ പ്രൂവ് ദാറ്റ് ഡെൽ സ്ക്വയർ ആർ പവർ എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു ആർ പവർ എന്താണ്? എൻ മൈനസ് 2. ആൻസറിലേക്ക് പോവാം. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഡെൽ സ്ക്വയർ ആർ റൈസ് ടു എൻ. ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽ ഡോട്ട് ഡെൽ ആർ റൈസ് ടു എൻ എന്ന് എഴുതാം, ശരിയല്ലേ? രണ്ട് ഡെല്ല് ചേരുമ്പോഴാണല്ലോ ഡെൽ സ്ക്വയർ ആവുന്നത്. അപ്പൊ ആ രണ്ട് ഡെല്ല് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡെൽ ആർ റൈസ് ടു എൻ. ഓൾറെഡി പഠിച്ചതാണ്, എന്താണ്?
n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. ശരിയല്ലേ? ഡെൽ ആർ റൈസ് ടു n എന്താണ്? n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. ശരിയാണല്ലോ? n കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തിടുവാണ്. ബാക്കി ഡെൽ അകത്ത് കൊടുക്കാം. ഡെൽ ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. ഇതിപ്പോ ഏത് ഫോം ആണ്? സോ ദിസ് ഈസ് ഈക്വൽ ടു, ബാക്കി ഇങ്ങോട്ട് എഴുതുവാണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു, ഇതിപ്പോ ഏത് ഫോം ആണ്? ഡെൽ ഓഫ് ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോ നിൽക്കുന്നത്. ഡെൽ ഓഫ് എ വെക്ടർ ഇൻറ്റു എ സ്കെയിലാർ, അല്ലെങ്കിൽ ഡെൽ ഓഫ് എ സ്കെയിലാർ ഇൻറ്റു എ വെക്ടർ. മറ്റേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. സോ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആർ റൈസ് ടു n മൈനസ് ടുവിനെ പിടിച്ച് പുറത്തിടണം. ആർ റൈസ് ടു n മൈനസ് ടുവിനെ പുറത്തിട്ടു. ബാക്കി എന്താണ്? ഡെൽ ആർ പ്ലസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? ആരെ പുറത്താക്കണം? ആദ്യമേ ഈ ഡെല്ല് ആർ റൈസ് ടു n മൈനസ് ടുവിന് അപ്ലൈ ചെയ്യണം. വെക്ടർ ആറിനെ നമ്മൾ പിടിച്ച് പുറത്തിടണം. വെക്ടർ ആർ. ഓക്കെ, പ്രോപ്പർട്ടി നമ്മൾ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു. ഡെൽ ഡോട്ട് ആർ 3 ആണെന്ന് അറിയാം. സോ 3 ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ പ്ലസ് ഇത് ഇവിടെ പേര് ഫോം ആണ്, ഡെൽ ഓഫ് ആർ പവർ n ഫോം ആണ്. ശരിയല്ലേ? ഡെൽ ഓഫ് ആർ പവർ n എന്താണ്? n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. അപ്പൊ എന്ത് വരും? n മൈനസ് ടു ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ ഇൻറ്റു എന്ത് കിടപ്പുണ്ട്? ഓൾറെഡി വെക്ടർ ആർ കിടപ്പുണ്ട്. ക്ലിയർ? ഇത്രയും പ്രോബ്ലം ഒക്കെ ആയില്ലേ? അപ്പൊ ആ ലോജിക്ക് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡെൽ പവർ ആർ റൈസ് ടു, ഇതിനെ n ആയിട്ട് സങ്കല്പിച്ചാൽ n ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. അതായത് n മൈനസ് ടു ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് ടു മൈനസ് ടു ഇൻറ്റു വെക്ടർ ആർ. ഓൾറെഡി അവിടെ ഒരു വെക്ടർ ആർ കിടപ്പുണ്ട്. ഈ പ്രോപ്പർട്ടി, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ പഠിച്ചില്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 3r റൈസ് ടു n മൈനസ് ടു പ്ലസ് n മൈനസ് ടു ഇൻറ്റു r റൈസ് ടു n മൈനസ് ടു മൈനസ് ടു n മൈനസ് 4. r ഇൻറ്റു r എന്താണ്? r സ്ക്വയർ. അതിനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. r ഇൻറ്റു r മോഡുലസ് ഓഫ് r സ്ക്വയർ ആണ്. ശരിയല്ലേ? വെക്ടറിന്റെ സ്ക്വയർ മോഡുലസിന്റെ സ്ക്വയർ ഈക്വൽ ആണ്. മോഡുലസ് ഓഫ് r ആണെന്ന് ക്വസ്റ്റ്യനിൽ തരും. സോ ദാറ്റ് ഈസ് r സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 3r പവർ n മൈനസ് 2 പ്ലസ് n മൈനസ് 2 ഇൻറ്റു, ഇവിടെ എന്താ അപ്ലൈ ചെയ്യാം? a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n a റൈസ് ടു m പ്ലസ് n. ദാറ്റ് ഈസ് n മൈനസ് 4 പ്ലസ് 2. സംശയമൊന്നുമില്ലല്ലോ. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്താണ്? a റൈസ് ടു m പ്ലസ് n. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 3r റൈസ് ടു n മൈനസ് 2 പ്ലസ് n മൈനസ് 2 ഇൻറ്റു r റൈസ് ടു n മൈനസ് 4 പ്ലസ് 2 എന്താണ്? മൈനസ് 2. ശരിയല്ലേ? വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ഇനം 4ന് 2 പോയാൽ 2, വലുത് 4, സൈൻ മൈനസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഈ രണ്ട് ടേംസിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? r റൈസ് ടു n മൈനസ് 2 രണ്ട് ടേമിലുണ്ട്. ശരിയല്ലേ? r റൈസ് ടു n മൈനസ്, സോ n ഇൻറ്റു r റൈസ് ടു n മൈനസ് 2. ക്ലിയർ? r റൈസ് ടു n മൈനസ് 2 ഇവിടെയുണ്ട്, r റൈസ് ടു n മൈനസ് 2 ഇവിടെയുണ്ട്. ബാക്കി എന്താണ്? 3 മൈനസ് ഓഫ് n, 3 പ്ലസ് n മൈനസ് 2. ശരിയാണല്ലോ? 3 പ്ലസ് എന്താണ്? n മൈനസ് 2. ക്ലിയർ അല്ലേ? r റൈസ് ടു n മൈനസ് 2 രണ്ട് ടേമിലും ഉണ്ട്. അവനെ ഞാൻ പിടിച്ച് പുറത്താക്കി. r റൈസ് ടു n മൈനസ് 2 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 3 ഉണ്ട്. r റൈസ് ടു n മൈനസ് 2 പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? n മൈനസ് 2. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു r റൈസ് ടു n മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 2 എന്താണ്? 1. 1 പ്ലസ് n എന്ന് പറഞ്ഞാലും n പ്ലസ് 1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് n പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഞാൻ രണ്ടാമത് എഴുതുന്നു. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു r റൈസ് ടു n മൈനസ് 2 ഞാൻ മൂന്നാമത് എഴുതുന്നു. സോ ദാറ്റ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു r റൈസ് ടു n മൈനസ് 2. ക്ലിയർ ആയല്ലോ? പ്രൂഫ് കിട്ടിയില്ലേ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു എന്താണ്? r റൈസ് ടു n മൈനസ് 2. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു r റൈസ് ടു n മൈനസ് 2. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു r റൈസ് ടു n മൈനസ് 2. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തെടുത്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയൊക്കെയാണ് പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നേരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ലൈൻ ഇന്റഗ്രലിലോട്ട് കയറാം. ഓക്കെ, ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.